ബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവുമായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയതാണ് ഈ ദീന് എന്ന് പറയുന്നത്. ആ ദീനാണ് നമ്മുടെ എല്ലാറ്റിനെയും ചൂഴ്ന്നു കിടക്കുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ നീളിച്ച് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലാഹു എൻ്റെ ദീനിനെ നീ നന്നാക്കി തരണമേ. എൻ്റെ കാര്യങ്ങളുടെ അവലംബമാണല്ലോ എൻ്റെ ദീന്. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആ ഗ്രാമവാസികൾ എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ വിധിവിലക്കുകൾ പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശഭൂമികളിൽ നിന്ന് അവർക്ക് നാം ബറക്കാത്തുകൾ വർഷിപ്പിക്കുമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നതും ഇഹപര ലോകത്തെ വിജയത്തിൻ്റെ നിദാനം എന്ന് പറയുന്നത് ദീനാണ് എന്നത് വിരൽ ചൂണ്ടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ദീനും സ്വീകരിക്കാൻ നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ദീനുൽ ഇസ്ലാം അല്ലാത്ത വല്ലതും ആരെങ്കിലും കാക്ഷിച്ചാൽ അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. മുസ്ലിം ആവുക എന്ന് വെച്ചാൽ എന്താണ്? ഇസ്ലാമിൻ്റെ പേരും തറവാടും ആ ഒരു അഡ്രസ്സും ഉണ്ടാവുക എന്നതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിച്ചത് അത് പൂർണ്ണമായി അനുസരിച്ച്, അല്ലാഹു വിലക്കിയത് മാറ്റിവെച്ച്, അവൻ്റെ വഹ്ദാനിയത്തിനെ അംഗീകരിച്ച്, അവൻ്റെ തൗഹീദിന് വിരുദ്ധമായ ശിർക്കിനെതിരെ മുന്നേറുന്നതിൻ്റെ പേരാണ് ഇസ്ലാം. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ വൽ ഖുലൂസു മിനശ് ശിർക്ക്. അല്ലാഹുവിൻ്റെ തൗഹീദ് അത് അംഗീകരിക്കുക, അതിന് കീഴ്പ്പെടുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്ത് ഉൾക്കൊണ്ട് അതിന് കീഴ്പ്പെട്ട് അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് അവൻ്റെ വിലക്കുകൾ മാറ്റിവെച്ച് ശിർക്കിൽ നിന്ന് മുക്തമായി ജീവിക്കുന്നതിൻ്റെ പേരാണ് ഇസ്ലാം. ആ ഇസ്ലാം സ്വീകരിച്ചവരാണ് സ്വർഗത്തിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, സഹാബത്തെ നിങ്ങൾ സ്വർഗത്തിൻ്റെ പാതിയാണ്. മുസ്ലിമായ നഫ്സുള്ള ഒരാളല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ശിർക്കിൽ നിന്ന് ഇസ്ലാം വേർതിരിയുന്നത് ചുവന്ന അല്ലെങ്കിൽ കറുത്ത പശുവിൻ്റെ പുറത്ത് കാണുന്ന അല്പം ചില വെള്ളരോമങ്ങൾ പോലെയാണ്. അതായത് യഥാർത്ഥ മുസ്ലിം, ഇസ്ലാമിൻ്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്ന, പടച്ചറബിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്ന മുസ്ലിമിന്റെ എണ്ണം പരിമിതമായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇരു ലോകത്തും നമ്മുടെ സുരക്ഷ, നമുക്ക് വിജയം കൊണ്ടു തരുന്നത് ഇസ്ലാമാണ്, തഖ്വയാണ്. നബിയെ, എന്നെ നിങ്ങൾ ഉപദേശിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം ചോദിച്ച ആൾക്ക് എന്തുപദേശമാണ് കൊടുത്തത്? നന്നായി പഠിക്കണം, നന്നായി ബിസിനസ് ചെയ്യണം, എങ്കിലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂ. എനിക്കറിയില്ല, നമ്മളൊക്കെ ആകെ പ്രശ്നത്തിലാണ്. മക്കയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു, മദീനയിൽ വന്നപ്പോൾ നമ്മളൊക്കെ ആകെ പൊട്ടിക്കിടക്കുകയാണ്. അല്ല, അലൈക ബിതഖ്വല്ലാഹ്, നീ തഖ്വ കൈമുതലാക്കണം. ഫഇന്നഹ ജിമാഉ കുല്ലി ഖൈർ, എല്ലാ നന്മകളും ആ തഖ്വയിലാണ് കുടികൊള്ളുന്നത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചോദിച്ചു വന്ന ആളെ ഉപദേശിക്കുകയാണ്. മാക്സിമം സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. 3 പേർക്ക് ഇരിക്കാൻ പറ്റിയ ബെഞ്ചാണ്, അതിൽ 4 പേര് ഇരിക്കുക. ഒരാൾക്കുള്ള ഭക്ഷണം 2 ആൾ കഴിക്കാറില്ലേ നബി? തഫസ്സഹു ഫിൽ മജാലിസ് യഫ്സഹില്ലാഹു ലക്കും. ചെയറൊക്കെ വിട്ടോളി. ഇപ്പൊ ദീനാണ് ഇഹപര ജീവിതത്തിന്റെ
വിജയത്തിന്റെ നിദാനം എന്ന് പറയുന്നത്. എന്താണ് ദീന്? അള്ളാഹുവിന്റെ ശാസന നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. പടച്ചറബിന്റെ വിധിവിലക്കുകൾ പാലിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് അപ്പുറത്തൊരാൾ പ്രവർത്തിക്കുമ്പോൾ അത് പാപമാണ്. എന്താണ് ഇസ്മ്? നിന്റെ ഹൃദയത്തിന് ചൊറിച്ചിലുണ്ടാക്കുന്നതും ജനങ്ങൾ അറിയുന്നതിന് നീ വെറുപ്പോടുകൂടെ കാണുന്നതുമായ കാര്യമാണ് ഇസ്മ്. അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്. നന്മ എന്ന് പറയുന്നത് സൽസ്വഭാവമാണ്. എല്ലാ നല്ല കാര്യങ്ങളും, എല്ലാ നല്ല സ്വഭാവവും നല്ല ആക്ടിവിറ്റീസും ഒക്കെ പുണ്യമാണ്, ബിർറാണ്. എന്നാൽ എല്ലാ ചൊറിച്ചിലുണ്ടാക്കുന്നതും എല്ലാ ഹൈഡ് ചെയ്ത് നമ്മൾ കൊണ്ടു നടക്കുന്നതും പാപങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാപത്തെ വെടിഞ്ഞ് നന്മയിലൂടെ കുതിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. അതിന് വിരുദ്ധമായിട്ട് ഒരാൾ തൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്താൽ വരുന്നതിനനുസരിച്ചിട്ടാ മതി. ചിലപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് ആരുമില്ലെങ്കിൽ ഓക്കെ. ഒരാൾ തൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്താൽ അതിന്റെ പരിണിതി, അതിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത് ദുനിയാവിൽ മാത്രമല്ല, പരലോകത്ത് മാത്രമല്ല. ആളുകൾ മനസ്സിലാക്കിയത് പരലോകത്ത് മാത്രമാണ് അതിന്റെ പരിക്കൽ ഉണ്ടാവുക. അല്ല, ദുനിയാവിലും അതിന്റെ പരിക്കൽ ഉണ്ടാകും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഒരു സീരീസായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിൽ അതിന്റെ പരിക്കുകൾ അതിന്റെ തുടർച്ചയായിട്ട് ഖബറിലും അതിന്റെ തുടർച്ചയായിട്ട് പരലോകത്തും അത് തുടരും. അതാ ഖുർആൻ പറഞ്ഞു, ഇന്നൽ അബ്റാറ ലഫീ നഈം. പുണ്യങ്ങൾ പ്രവർത്തിക്കുന്നവർ സുഖാനുഭൂതിയിലാണ്. വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. തിന്മകൾ ചെയ്യുന്ന തമ്മാടികൾ അവർ നരകത്തിലാണ്. എവിടെയാണ് പുണ്യവാളന്മാർക്ക് സുഖാനുഗ്രഹം? നഈമുൻ ഫിദ് ദുനിയ വ നഈമുൻ ഫിൽ ബർസഖി വ നഈമുൻ ഫി ദാറിൽ ഖറാർ. അവർക്ക് സുഖാനുഭൂതി ഇവിടെയും ഖബറിലും പരലോകത്തുമാണ്. എവിടെയാണ് പാപികൾക്ക് ജഹീം? ജഹീമുൻ ഫിദ് ദുനിയ വ ജഹീമുൻ ഫിൽ ബർസഖി വ ജഹീമുൻ ഫി ദാറിൽ ഖറാർ. ദുനിയാവിലും അവർക്ക് ജഹീമാണ്, ഖബറിലും അവർക്ക് ജഹീമാണ്, പരലോകത്തും അവർക്ക് നരകമാണ്. അപ്പോൾ നന്മയുടെ പ്രതിഫലനം എന്ന് പറയുന്നത്, അതിന്റെ ഓളം, വേവ്സ് എന്ന് പറയുന്നത് ദുനിയാവിലും ഖബറിലും പരലോകത്തും ഉണ്ടാവും. തിന്മയുടെ ഓളങ്ങൾ എന്ന് പറയുന്നത് ദുനിയാവിലും ഖബറിലും പരലോകത്തും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തിന്മയെ വെടിയുക എന്നത് 3 ലോകത്തും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. ഒരുപാട് പരിക്കുകളായിട്ട് ആസാറു ദുനൂബ് വൽ മആസി, അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു. അതിന്റെ തുടർച്ചയാണ് അൽ വഹ്ശതു ഫീ ഖൽബിൽ ആസി ബൈനഹു വ ബൈനല്ലാഹ്. പാപം ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ അല്ലാഹുവുമായിട്ടുള്ളൊരു അകൽച്ച ഉണ്ടാകും. കാരണം പാപങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് ശൈത്താനാണ്, നന്മക്ക് പ്രേരിപ്പിക്കുന്നത് പടച്ചറബ് സുബ്ഹാനഹു. അള്ളാഹ് ക്ഷണിക്കുന്നത് പുണ്യത്തിലേക്കും ബിർറിലേക്കും ദാറുസലാമിലേക്കുമാണ്. ശൈത്താൻ മനുഷ്യനെ ക്ഷണിക്കുന്നത് തിന്മകളിലേക്കും ഹറാമുകളിലേക്കും പരസ്പരം അദാവത്തിലേക്കും ഫഹ്ശായിലേക്കുമാണ് ശൈത്താൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലദ്ദത്തു ശൈത്താനിയ്യ തുഹ്റം ലദ്ദത്തു റഹ്മാനിയ്യ. ശൈത്താനിയത്തിലൂടെ ലദ്ദത്ത് കണ്ടെത്തുന്ന ആളുകൾക്ക് അള്ളാന്റെ അടുത്തു നിന്നുള്ള ലദ്ദത്ത്, ആസ്വാദനം നഷ്ടപ്പെടും. അതായത് ഹലാലിലൂടെ പടച്ചറബ് എല്ലാത്തിലും ആസ്വാദനം വെച്ചിട്ടുണ്ട്. ഭക്ഷണത്തിലും പാനീയത്തിലും ഇണകളിലും വസ്ത്രത്തിലും കാഴ്ചയിലും കേൾവിയിലും ഹലാലിൽ നല്ല ആസ്വാദനം വെച്ചിട്ടുണ്ട് പടച്ചവൻ. പക്ഷെ ഹറാമായിട്ടുള്ള ആസ്വാദനം തേടുന്ന ആളുകൾക്ക് ഹലാലിലുള്ള സുഖം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുമായി അവൻ അകലുന്നതോടുകൂടെ പടച്ചറബിൽ നിന്ന് കിട്ടുന്ന സുരക്ഷയും സഹായവും സമാധാനവും സന്തോഷവും ആശ്വാസവും റാഹത്തും എല്ലാം നഷ്ടപ്പെടും. അതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പ്രത്യേകമായിട്ട് പറയുന്നത്. അള്ളാഹുമായിട്ട് അകന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മനസ്സ് മയ്യത്താണ്. സിക്റില്ല, പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയില്ല, ഭയമില്ല, റബ്ബിനോടുള്ള മഹബത്തില്ല, റബ്ബിലുള്ള റജാ ഇല്ല. അങ്ങനെയുള്ളൊരു ഹൃദയം ഡെഡാണ്. ആ ഡെഡായ ഹൃദയത്തിൽ എന്ത് നൈമിഷിക സുഖങ്ങൾ തേടാൻ ഇറങ്ങിയാലും ഒരിക്കലും അത് കിട്ടൂല. മനസ്സിലായില്ലേ? അതായത് അള്ളാഹുമായിട്ട് മനസ്സ് വേർപെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഈ ദുനിയാവിൽ കിട്ടുന്ന ഹറാമിലൂടെയുള്ള സുഖമാകട്ടെ ഹലാലിലൂടെയുള്ള സുഖമാകട്ടെ അത് ലഭിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പ്രശ്നമായിട്ട് പാപം ചെയ്യുന്ന ആളുകൾക്കുള്ള
വലിയൊരു പ്രശ്നമായിട്ട് ഇത് പറയുന്നുണ്ട്. സമാധാനം, സന്തോഷം എന്നൊക്കെ പറയുന്നത് അത് ഒരാൾക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ അയാളുടെ ഹൃദയം പടച്ചോനുമായിട്ട് ബന്ധത്തിലായിരിക്കണം. ആ ബന്ധം പാപങ്ങളിലൂടെ, അനുസരണക്കേടിലൂടെ, ഇപ്പൊ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മുടെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മക്കളും ബാപ്പയും തമ്മിൽ അകലും, സ്വാഭാവികമല്ലേ. പിന്നെ ആ ബാപ്പയിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാതും പഴയതുപോലെ കിട്ടിക്കോണമെന്നില്ല. ഇതിനേക്കാൾ കുറച്ചുകൂടെ ഗൗരവമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അകന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അസ്ല്, ലദ്ദത്തുൽ അസ്ല് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? അത് അള്ളാഹു, നമ്മുടെ ഹൃദയവും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിലാണ് നമുക്ക് ആസ്വാദനം കിട്ടുക. ആ ബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും സന്തോഷമോ ദുനിയാവിലെ ലദ്ദാത്തുകളോ നമുക്ക് ലഭിക്കുകയില്ല. കാരണം ഹൃദയത്തിന്റെ ആരോഗ്യം അതോടുകൂടെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു മനുഷ്യന് ഈ ദുനിയാവിലെ സുഖങ്ങൾ ലഭിച്ചാൽ തന്നെയും ആ പടച്ചോനുമായിട്ടുള്ള അകൽച്ച, അതിൻ്റെ ഒരു പ്രശ്നം അയാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ടാവും. കാഴ്ചക്ക് അയാൾ നല്ല സന്തോഷത്തിലും ഒക്കെ ആണെങ്കിലും അള്ളാഹുമായിട്ട് അയാൾക്കൊരു അടുപ്പമില്ല എന്നതിൻ്റെ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് അയാൾ ജീവിതത്തിലുടനീളം അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അയാളും സന്തോഷിക്കണ്ടല്ലോ, അയാളും സുഖിക്കണ്ടല്ലോ, അയാളും രസിക്കണ്ടല്ലോ എന്നൊക്കെ ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്. എന്നിരുന്നാൽ പോലും അള്ളാഹുമായുള്ള ഒരു അകലത്തിന്റെ ആ ഒരു അകൽച്ചയുടെ പ്രയാസം അയാൾ അനുഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ തെറ്റിന്റെ വലിയൊരു വിഷയം അതാണ്. തെറ്റ് ചെയ്യുന്ന ആൾ അള്ളാഹുവിൽ നിന്ന് അകലും. അള്ളാഹുവിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ അടുക്കുന്നത് ശൈത്താനിലേക്കാണ്. രണ്ട് ഹിസ്ബാണ് ഇവിടെ. ഒന്ന് ഹിസ്ബു ഷൈത്താൻ, മറ്റൊന്ന് ഹിസ്ബുല്ലാഹ്. ഹിസ്ബു ഷൈത്താൻ അത് നരകത്തിലേക്കാണ്, നഷ്ടത്തിലേക്കാണ്, നാശത്തിലേക്കാണ്. നാശത്തിന്റെ കുഴിയിൽ കൊണ്ടുപോയി ശൈത്താൻ മനുഷ്യൻ ഇട്ടിട്ട് അവൻ പറയും, ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ നിന്നെ വിട്ടുപോവാണ്, കാരണം ഞാൻ അള്ളാഹിനെ പേടിക്കുന്ന ആളാണ്. എല്ലാ നാശത്തിലേക്കും കൊണ്ടെത്തിച്ചിട്ട് ശൈത്താൻ രക്ഷപ്പെടും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. അള്ളാഹുവിന്റെ പ്രത്യേകത എന്താണ്? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ കൂടെ നിന്ന് നമ്മെ സഹായിക്കാനും നമ്മെ സംരക്ഷിക്കാനും നമുക്ക് വേണ്ടത് നിർവഹിച്ചു തരാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടായിരിക്കും. അതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നീ ദുഃഖിക്കേണ്ട അബൂബക്കർ, ശത്രുക്കൾ സൗർ ഗുഹയുടെ കോലായിൽ നിൽക്കുകയാണ്. കാലിന്റെ താഴോട്ട് നോക്കിയാൽ നബിയെയും അബൂബക്കറിനെയും കാണും. പേടിയാവൂലേ? സ്വാഭാവികമാണ്. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, അബൂബക്കർ താങ്കൾ പേടിക്കേണ്ട, ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ആ ഒരു ബന്ധം അത് വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നം തന്നെയാണ്. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പാപി, അവന്റെ ഹൃദയം അള്ളാഹുവുമായിട്ട് അകന്നു പോകും പാപങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ, ആ അകൽച്ച നമുക്ക് ഇരു ലോകത്തെയും ആസ്വാദനങ്ങൾ നഷ്ടപ്പെടുത്തും എന്ന് പറയുമ്പോൾ, ആ അകൽച്ചയിലൂടെ നമുക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട സംരക്ഷണവും സഹായവും നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി എന്ത് ചെയ്യണം? അള്ളാഹുവിൽ നിന്ന് അകലാൻ ഇടവരുന്ന ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, തെറ്റിൽ ചെറുതെന്നോ വലുതെന്നോ ഇല്ല. തെറ്റിനെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രശ്നം അള്ളാഹു പറഞ്ഞതിനെതിര് പ്രവർത്തിക്കുന്നു എന്നതാണ്. ചെറുതോ വലുതോ എന്നുള്ളതല്ല. എനക്കെന്താ ഞാൻ പറഞ്ഞാണ് കേട്ടാല്, അല്ലേ, എനക്കെന്താ ഞാൻ പറഞ്ഞ ഡ്രസ്സാണ് ഇട്ടാല് ഉമ്മമാര് ചോദിക്കൂലേ കുട്ടികളോട്? നമ്മൾ ഉപ്പമാര് പറയില്ലേ? അപ്പൊ എന്താ, നമ്മൾ പറഞ്ഞത് ചെയ്തോളണം. ഇത് ഇടുക എന്നുള്ളതിനേക്കാളും നമ്മൾ പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഞാൻ കുട്ടികളോട് എപ്പോഴും പറയലുണ്ട്, നിങ്ങൾ എഴുതിയില്ല എന്നതിനേക്കാൾ നിങ്ങൾ അനുസരിക്കപ്പെടേണ്ട ഒരാളാണ് ടീച്ചർ. ടീച്ചർ പറഞ്ഞത് അനുസരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എഴുതിയില്ല എന്നുള്ളതിനേക്കാളും വലിയ പ്രശ്നം പറഞ്ഞത് അനുസരിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതുപോലെ തെറ്റ് വലുതോ ചെറുതോ എന്നുള്ളതല്ല, അള്ളാഹ് നോ എന്ന് പറഞ്ഞത് അവിടെ നമ്മൾ ചെയ്യുന്നു എന്നതാണ് ഏത് തെറ്റിന്റെയും ഗൗരവമായിട്ട് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവുമായി ഹൃദയം അകന്നു പോകുമെന്നതാണ്. ഇന്ന് നമ്മൾ 10 പരിക്കുകളെ കുറിച്ചാണ് പറയാം. ഈ കിതാബ് ഫുള്ള് പരിക്കുകളാണ്, തെറ്റുകളുടെ, തിന്മകളുടെ പരിക്കുകൾ. അപ്പൊ അതിൽ 10 എണ്ണമാണ് നമ്മൾ ഇന്ന് പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിലൊന്നാണ് പാപിയും അള്ളാഹും തമ്മിലുള്ള അകലം കൂടും എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാല്, പാപിയുടെ ഹൃദയം ജനങ്ങളുമായിട്ട് അകലും. ജനങ്ങൾക്കിടയിലും അകൽച്ച ഉണ്ടാവും.
കാരണം ഇതൊരു അലൈൻമെന്റ് ആണ്. അത് ഒരാൾ അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അവൻ പടപ്പുകളുടെ കാര്യങ്ങളിൽ കോംപ്രമൈസ് ആവുമ്പോൾ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പടപ്പുകളുടെ കാര്യത്തിൽ കോംപ്രമൈസ് ആവുമ്പോൾ, അള്ളാഹിന്റെ കാര്യം കോംപ്രമൈസ് ആകില്ല, പടപ്പുകളുടെ കാര്യത്തിൽ അവന് നീക്കുപോക്കുകൾ നടത്തി അള്ളാഹ്ക്ക് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ അതിലൂടെ പടപ്പുകളുടെ ഇഷ്ടം കിട്ടും. അതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരാൾ നിർബന്ധ കാര്യങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കും, ഒരാൾ സുന്നത്തായ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കും. അത് നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവൻ കാണുന്ന കണ്ണ് ഞാനാകും, കേൾക്കുന്ന കാത് ഞാനാകും, പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും ഞാനാകും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത്രയെല്ലാം ഖൈറാത്തുകളും. മാത്രവുമല്ല, മലക്കുകൾ മുഴുവൻ വിളിച്ചു ചേർത്തിട്ട് ജിബ്രീൽ പറയും, അള്ളാഹ് ഇന്നയാളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അയാളെ ഇഷ്ടപ്പെടണം. ഫയൂദഉ ലഹുൽ ഖബൂൽ എന്നാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരാളെ ജനങ്ങൾ ഇഷ്ടപ്പെടും, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഒരാളെ സ്വാഭാവികമായിട്ട് ജനങ്ങളും വെറുക്കും. നഊദു ബില്ലാഹ്. അപ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുമായിട്ട് ഇയാൾ അകലുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അകൽച്ച പടപ്പുകളുമായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. പാപം കാരണം അയാളും അള്ളാഹും തമ്മിൽ അകലും, അയാളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹ് അകലം പോകും. അതേപോലെ തന്നെ അയാളുടെ ഹൃദയത്തിൽ നിന്ന് പടപ്പുകളും അകന്നു പോകും എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് കാണാം, ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജനങ്ങളുടെ കോപം പിടിച്ചു പറ്റേണ്ടി വന്നാൽ അയാളെ അള്ളാഹ് ഇഷ്ടപ്പെടും, പടപ്പുകളും ഇഷ്ടപ്പെടും. ആൾക്കാർ മനസ്സിലാക്കിയ എന്താ വെച്ചാൽ, നിങ്ങൾ ഈ കമ്പനിക്ക് വേണ്ടി നിങ്ങളുടെ ഹിജാബ് മാറ്റാൻ റെഡിയാണോ? ഓ, എനിക്ക് പ്രൊഫഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണോ നിങ്ങൾ പറയുന്നത് അത് ഞാൻ ധരിച്ചോളാം. അങ്ങനെ പറയലാണ് നല്ലതെന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ല, അള്ളാഹ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ വെറുപ്പ് വാങ്ങേണ്ടി വന്നാലും, മനസ്സിലായില്ലേ, മറ്റുള്ളവരുടെ വെറുപ്പ് വാങ്ങേണ്ടി വന്നാലും അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി പടപ്പുകളുടെ വെറുപ്പ് വാങ്ങിയാൽ അള്ളാഹു തൃപ്തിപ്പെടും, പടപ്പുകളും തൃപ്തിപ്പെടും. എന്നാൽ പടപ്പുകളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹിന്റെ വെറുപ്പ് വാങ്ങിയാലോ പടപ്പുകളും ഇഷ്ടപ്പെടൂല, പടച്ചവനും ഇഷ്ടപ്പെടൂല. അതാണ് പറഞ്ഞത് അലൈൻമെന്റ് ആണെന്ന് പറഞ്ഞത്. അള്ളാഹുമായി നമ്മുടെ അടുപ്പം എന്താണോ അതിനനുസരിച്ചാണ് പടപ്പുകൾ നമ്മിലേക്ക് അടുക്കുന്നത്. അള്ളാഹുമായി അകന്നു പോകുന്നതിനനുസരിച്ച് പടപ്പുകൾ അകലും. പ്രത്യേകിച്ച് ആര്? നല്ല മനുഷ്യന്മാർ, അറിവുള്ള ആളുകൾ, ഈമാനുള്ള ആളുകൾ. കാരണം ഒരു പാപിയുടെ മനസ്സും മുഅ്മിനായ ദീനുള്ള ഒരാളുടെ മനസ്സും ഒരിക്കലും ഒരുമിച്ച് കൂടൂല. നല്ല മനുഷ്യന്റെ ഹൃദയം ചീത്ത മനുഷ്യന്റെ ഹൃദയവുമായിട്ട് കൂടൂല. അതുകൊണ്ടല്ലേ വീഡിയോ കുറയുമ്പോൾ ഇരിക്കാൻ കഴിയാത്തത്, സിനിമകളിൽ പോയി ഇരിക്കാൻ കഴിയാത്തത്, ഉപന്യാസത്തിന് വേണ്ടിയിട്ട് അവിടെയും ഇവിടെയും പാത്തും പതുങ്ങി നിൽക്കുന്ന ആൾക്കാരെ കൂടെ ഇരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ സംസാരിക്കുന്നുണ്ടാവും, ജസ്റ്റ് വിഷ് ചെയ്യുന്നുണ്ടാവും, വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും, പക്ഷെ അയാളെ ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു പാപിയായ ആളെ കമ്പനിയായി കൂട്ടാൻ കഴിയില്ല. കാരണം ആ രണ്ട് ഹൃദയം തമ്മിൽ യോജിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. എത്രത്തോളം അകൽച്ച ദൃഢമാകുന്നുണ്ടോ അത്രത്തോളം അവരിൽ നിന്നും, അവരുടെ സദസ്സിൽ നിന്നും അയാൾ വിദൂരത്താവും. അപ്പൊ പാപം ചെയ്യുന്ന ഒരാള് സ്വാഭാവികമായിട്ടും നന്മ ചെയ്യുന്ന ആളുകളിൽ നിന്ന് അകന്നു പോകും. അവരെ കാണുന്നതിൽ നിന്നും, അവരുടെ കൂടെ ഇരിക്കുന്നതിൽ നിന്നും, അവരുമായിട്ട് സദസ്സുകൾ പങ്കിടുന്നതിൽ നിന്നുമൊക്കെ അയാൾ എന്ത് ചെയ്യും? മാറി നിൽക്കും. അതോടുകൂടെ ഒരു നല്ലയാളുടെ കൂടെ ജീവിക്കുമ്പോൾ കിട്ടാവുന്ന ഖൈറാത്തുകളും ബറക്കാത്തുകളും ഒക്കെ ഈ പാപിക്ക് നഷ്ടപ്പെടും. ഒരു നല്ല ആളെ കൂടെ നടന്നാൽ എന്താ ഗുണം? ഒരു അത്ര കച്ചവടക്കാരുടെ അടുത്ത് പോയാൽ വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, അയാളിങ്ങനെ അല്ലേ, ഇനി അയാൾ നമ്മുടെ ദേഹത്ത് പുരട്ടിയിട്ടില്ലെങ്കിലും അയാൾക്ക് ജസ്റ്റ് ഷെയ്ക്കാൻ്റെ കൊടുത്താൽ തന്നെ പിന്നെ നമ്മുടെ സ്മെല്ല് തുടങ്ങും അല്ലെ. വീട്ടിൽ കയറിയുമ്പോൾ വൈഫ് ചെയ്യും എന്തെങ്കിലും അടിച്ചെന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ നമ്മളൊന്നും അടിച്ചിട്ടുണ്ടാവില്ല, നമ്മുടെ അത്ര വിൽപ്പനക്കാരന് കൈ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അവർ നല്ല മനുഷ്യന്റെ കൂടെ നമ്മൾ സഹവസിക്കുക എന്നുള്ളത് നമ്മുടെ ദീനിനും നമ്മുടെ ദുനിയാവിനൊക്കെ ഏറ്റവും നല്ലതാണ്. സുഹ്ബത്തുൽ അഖ്യാർ, നല്ലവരോടൊപ്പം കൂട്ടുകൂടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അല്ലെ. കൂട്ടുകൂടണം നല്ലവരോടൊപ്പം. കൂനു മഅ സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയായിരിക്കണം അല്ലെ. ഫല്യൻദുർ അഹദുകും മൻ യുഖാലിൽ, നിങ്ങൾ ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് നല്ലോ നോക്കണം. നിങ്ങൾ കൂട്ടുകൂടുക, കാരണം മനുഷ്യന് സോഷ്യൽ ആനിമലാണ്. സോ അവന് കൂട്ടുകൂടും. അപ്പൊ ആരുടെ കൂടെയാണ് കൂട്ടുകൂടും? നിങ്ങളുണ്ടല്ലോ ഈ വേണ്ടാത്തരം ചെയ്യുന്ന ആൾക്കാർ, ഓലൊരു ഗ്യാങ് കൈകാരം അല്ലേ, ഓലൊരു സെറ്റ്, ഒരു ടീം കൈകാരം. ഓലെ പള്ളിയിലൊന്നും കാണൂല, ഓല് ബീച്ചിൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും, ബൈക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ട് കൂട്ടം കൂടി നിൽക്കുന്നുണ്ടാവും, കുറെ ബഹളം വെക്കുന്നുണ്ടാവും
അവരവരുടേതായിട്ടുള്ള ചില കേന്ദ്രങ്ങളിലും അവരുടേതായിട്ടുള്ള ചില ആലയങ്ങളിലൊക്കെയാണ് ഉണ്ടാവുക. അവരുമായിട്ടേ മെർജാവുള്ളൂ. എന്നാൽ പള്ളിയിൽ പോകുന്ന ദീനുള്ള ആളുകളുമായിട്ട് അവർക്ക് ലയിക്കാൻ കഴിയില്ല. അതൊരു ശിക്ഷയാണ്. മനസ്സിലായില്ലേ? ഹറാമായ വഴിയിലൂടെ അവൻ പോയതുകൊണ്ട് പടച്ചവൻ അവന് കൊടുത്തൊരു ശിക്ഷയാണ്. അവന് നല്ലവരുമായിട്ട് ഇണങ്ങാൻ കഴിയുന്നില്ല, ഇടപഴകാൻ കഴിയുന്നില്ല. അവന്റെ ഹൃദയം അതിൽ നിന്ന് അകന്നകന്നു പോകും. അപ്പോൾ എന്താണ് ഉണ്ടാവുക? കൂടുതൽ കൂടുതൽ ശൈത്താനിയത്ത് അവനെ ബാധിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആളുകളിൽ നിന്ന്, ഹിസ്ബുർ റഹ്മാനിൽ നിന്ന് അവൻ അകന്നു പോകും. അവൻ വഖറുബ മിൻ ഹിസ്ബി ശൈത്താൻ, ഹിസ്ബു ശൈത്താനിലേക്ക് അവൻ കൂടുതൽ കൂടുതൽ അടുത്തു പോവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഈ അകൽച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യയിൽ നിന്ന്, നല്ല ദീനുള്ള ഭാര്യയാണെങ്കിൽ ആ ഭാര്യയിൽ നിന്ന് അകലാൻ, മക്കളിൽ നിന്ന് അകലാൻ, കുടുംബത്തിൽ നിന്ന് അകലാൻ ഒക്കെ കാരണമാവും. ഒരൊന്നും വേണ്ട എന്ന ഒരവസ്ഥയിലേക്ക് അയാളൊരു ഒറ്റക്ക്, അല്ലെങ്കിൽ അയാളും അയാളുടെ ഇത്തരം ആളുകളുമായിട്ട് പോണ ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പാപി അയാളുടെ ഹൃദയത്തിൽ അയാളിൽ നിന്ന് ആളുകൾ അകലും, അയാളും ആളുകളിൽ നിന്ന് അകലും. പ്രത്യേകിച്ച് ദീനുള്ള ആൾക്കാരിൽ നിന്നും, അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മജ്ലിസുകളിൽ നിന്നും, അള്ളാഹുവിന്റെ റഹ്മാനിന്റെ ആളുകളിൽ നിന്ന് അവൻ ശൈത്താനിന്റെ ആളുകളിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ അത് കൂടും തോറും ചിലപ്പോൾ മിണ്ടാതെ പോകാനും അവരൊന്ന് എന്തെങ്കിലും നിലക്കൊന്ന് ഫേസ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് അവന്റെ ഹൃദയത്തിൽ നിന്ന് നല്ല ആളുകൾ അകന്നു പോകുന്നതാണ്. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം. ഇന്നി ലഅസില്ലാഹ് ഫഅരിഫു ദാലിക ഫീ ഖുൽഖി ഹിമാരി വഖാദിമി വംറഅതി വഫാരി ബൈതി. അദ്ദേഹം പറയാണ്, അതായത് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു അനുസരണക്കേട് ചെയ്യാൻ, അള്ളാഹ്ക്ക് ഒരു അനുസരണക്കേട് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന നിലക്ക് എൻ്റെ വാഹനത്തിൻ്റെ സ്വഭാവത്തിലോ, ഹിമാർ കഴുതയാണ്, കഴുതയുടെ സ്വഭാവത്തിലോ, അല്ലെങ്കിൽ എൻ്റെ ഖാദിം എൻ്റെ ജോലിക്കാരുടെ സ്വഭാവത്തിലോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ഭാര്യമാരുടെ സ്വഭാവത്തിലോ, ഇണകളുടെ സ്വഭാവത്തിലോ ഒക്കെ ഒരു മാറ്റം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാണല്ലോ? അതായത് ആരും നമ്മളോട് ഇണങ്ങാത്ത ഒരു ഇത്, എവിടെ ആരോട് സംസാരിച്ചാലൊന്നും റെഡി ആവാത്തൊരു പ്രകൃതം. അതെന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇസ്യാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബാബിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് തന്നെ ജനങ്ങൾക്കിടയിലും അകൽച്ചയുണ്ടാവുന്നതാണ്. അള്ളാഹുവിൽ നിന്നും അയാൾ അകലും, ജനങ്ങളിൽ നിന്നും അയാൾ അകലും. ജനങ്ങൾ അയാളിലേക്കോ അയാൾ ജനങ്ങളിലേക്കോ അടുക്കാത്തൊരവസ്ഥ ഉണ്ടാവും. ഏത് ജനങ്ങൾ? പ്രത്യേകിച്ച് നല്ല മനുഷ്യന്മാർ. അപ്പോൾ ഇബാദുർ റഹ്മാനിൽ നിന്ന് ഹിസ്ബു ഷൈത്താനിലേക്ക് അയാൾ അടുക്കും എന്നതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തേത് തഅസീറുൽ ഉമൂർ, കാര്യങ്ങൾ കുടുസമാകും. കാര്യങ്ങൾ എളുപ്പമാകാനുള്ള വഴി എന്താണ്? തഖ്വയാണ്. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ആർ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കും. എന്നാൽ ഇസ്യാൻ പ്രവർത്തിക്കുന്ന, തെറ്റുകൾ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് കാര്യത്തിലാണോ ഫലയതവജ്ജഹു ലി അംറിൻ ഇല്ലാ യജിദുഹു മുഗ്ലഖൻ ദൂനഹു ഔ മുതഅസ്സിറൻ അലൈഹി വഹാദാ കമാ അന്ന മൻ ഇത്തഖില്ലാഹ് ജഅല ലഹു മിൻ അംരി യുസ്റാ. തഖ്വ പാലിച്ചവൻ അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടാണ് കൊടുക്കണമെങ്കിൽ, തെറ്റുകൾ ചെയ്യുന്ന ആള് എവിടെ ഇടപെട്ടാലും എന്തൊരു കാര്യത്തെ അഭിമുഖീകരിച്ചാലും അവിടെയെല്ലാം അതിന്റെ ഡോറുകൾ കൊട്ടിയടക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ കാര്യം ഭയങ്കര പ്രയാസമായി തോന്നുകയൊക്കെ ചെയ്യും. വേറുള്ള ആൾക്കാർ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. എവിടെയെല്ലാം ഇയാൾ ഇടപെടുന്നുണ്ടോ അവിടെയെല്ലാം ഡോറുകൾ കൊട്ടിയടക്കപ്പെടും. എല്ലാ വഴികളുടെയും ഡോറുകൾ അയാളുടെ നേരെ കൊട്ടിയടക്കപ്പെടും. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ, എന്ത്? فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നത്, മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുന്നതെല്ലാം നൽകുന്നത്, അവനെ അള്ളാഹു എളുപ്പത്തിലേക്ക് എളുപ്പം കൊടുക്കും. അവന്റെ കാര്യക്ക് എളുപ്പത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഡീലാക്കും. എന്നാൽ വഅമ്മാ മൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനിയസ്സിറുഹു ലിൽ ഉസ്റ.
അവന് നാം പ്രയാസത്തിലേക്ക് എളുപ്പം കൊടുക്കും. ഇവിടെ ചെല്ലും അവിടെ റെഡിയല്ല, എന്നാൽ അപ്പുറത്ത് പോയച്ചാൽ അവിടെ ചെന്നപ്പോൾ അവിടെ റെഡിയല്ല, എന്നാൽ കുറച്ചുകൂടെ അപ്പുറത്ത് പോയച്ചാൽ അവിടെ റെഡിയാവില്ല, എവിടെ ചെന്നാലും റെഡിയാവാത്ത ഉസ്റിലേക്ക് ഇങ്ങനെ എളുപ്പം ഓരോ ഡോറും തുറക്കപ്പെടുന്നത് കൂടുതൽ കൂടുതൽ പ്രയാസത്തിലേക്ക് ബുദ്ധിമുട്ടിലേക്കായിരിക്കും എത്തിക്കുക. കാരണം അയാൾ കൊടുക്കുന്നില്ല, അയാൾ താൻ പോരിമ നടിക്കുന്നു, അയാൾ ലാ ഇലാഹ ഇല്ലല്ലയും ഖുർആനെയും സത്യപ്പെടുത്തുന്നില്ല. അപ്പോൾ പാപങ്ങൾ ഒരാളുടെ കാര്യങ്ങളെ കുടുസമാക്കും. അയാൾ അഭിമുഖീകരിക്കുന്ന എല്ലാ മേഖലകളും അയാൾക്ക് ഭയങ്കര ടാസ്ക് ആയിരിക്കും. അയാൾ മെന്റലി ഫ്രസ്ട്രേറ്റഡ് ആകും. അയാളുടെ കാര്യങ്ങൾ നടക്കാത്തതിന്റെ പേരിൽ അതുകൊണ്ടുണ്ടാകുന്ന വേറെയും കുറെ പ്രയാസങ്ങൾ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, നിരന്തരം അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്താണ് എനിക്കിങ്ങനെ, എന്താണ് എൻ്റെ കാര്യം മാത്രം ഇങ്ങനെ, എന്തുകൊണ്ട് എനിക്ക് മാത്രം പ്രയാസങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എനിക്ക് എന്തെങ്കിലും കുറവുകളും പോരായ്മകളും ഉണ്ടോ എന്നാണ്. ഇല്ല, നമ്മൾ അള്ളാന്റെ ദീനിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു മുത്തഖിയാണ് എന്നിരിക്കെ നമുക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനിക്കാം. കാരണം ഇത് അഹബ്ബല്ലാഹു ബിഖൗമിൻ ഇബ്തലാഹും, അല്ലാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളെ നന്നായി പരീക്ഷിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷെ ഒരാൾ ചെയ്യുന്നതൊക്കെ ഹറാമുകളും തിന്മകളും പടച്ചറബ് സുബ്ഹാനഹു വിലക്കിയിട്ടുള്ള ശിർക്കും കുഫറും വൻ പാപങ്ങളും ഒക്കെ ആണെങ്കിൽ പിന്നീട് അയാൾക്ക് വരുന്ന ഭവിഷ്യത്തുകളുടെ കാര്യത്തിൽ അയാളെ തന്നെയാണ് കുറ്റം പറയേണ്ടത്, അയാളെ തന്നെയാണ് സംശയിക്കേണ്ടത്. കാരണം കാര്യങ്ങൾ കുടുസമാകാനുള്ള ഒരു സബബാണ് അയാളിൽ സംഭവിക്കുന്ന തിന്മകൾ എന്ന് പറയുന്നത്. കാര്യങ്ങൾ എളുപ്പമാകാനുള്ള സബബാണ് എന്ത്? തഖ്വ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. തഖ്വ പാലിക്കുന്നതിന്റെ കാര്യം എളുപ്പമാണ്. യജ്അൽ ലഹു മഖ്റജ, അവൻ അല്ലാഹ് എല്ലാത്തിനും ഒരു പോംവഴി കാണിച്ചു കൊടുക്കും, എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴികളിലൂടെ അല്ലാഹ് ഉപജീവനം കൊടുക്കും. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹ് തഖ്വ പാലിക്കുന്നവരുടെ കൂടെയാണ്. അപ്പോൾ മുത്തഖിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെങ്കിൽ പാപിക്ക് നേർ വിപരീതമായിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. എത്ര അത്ഭുതമാണ് കാര്യങ്ങൾ അല്ലേ? അതായത് വളരെ എളുപ്പത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ ഒരവസ്ഥ ഒരു മനുഷ്യനുണ്ടായിരിക്കെ തന്നെ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വിശ്വാസിയുടെ കാര്യങ്ങളൊക്കെ എളുപ്പാക്കി കൊടുക്കുന്നു പറഞ്ഞല്ലേ. മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു ജമഅ അല്ലാഹു ശംലഹു വജഅല ഗിനാഹു ഫീ ഖൽബിഹി വഅതത്ഹു ദുനിയ വഹിയ റാഗിമ. ആരെങ്കിലും ആഖിറത്ത് ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അവന്റെ എല്ലാം അല്ലാഹ് ഏറ്റെടുക്കും. മനസ്സിലായില്ലേ? ജമഅ അല്ലാഹു ശംലഹു, അവന്റെ കാര്യങ്ങൾ അല്ലാഹു കൂട്ടിക്കൊടുക്കും. വജഅല ഗിനാഹു ഫീ ഖൽബി, അവന്റെ ഹൃദയത്തിൽ അല്ലാഹ് ധന്യത നിറക്കും. വഅതത്ഹു ദുനിയ വഹിയ റാഗിമ, ദുനിയാവ് അവനെ തേടി ഇങ്ങോട്ട് വരും. അങ്ങനെയുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് അയാളുടെ മുന്നിൽ എല്ലാതും പ്രയാസമാകുന്നതും എല്ലാ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടുന്നതും അയാളുടെ ഈ ധിക്കാരം കൊണ്ടല്ലാതെ അല്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് കൊണ്ടും അവന്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുന്നത് കൊണ്ടും അവൻ വിലക്കിയിട്ടുള്ള പാപങ്ങൾ ജീവിതത്തിൽ ഇഷ്ടമായും സന്തോഷമായും ആനന്ദമായും കണ്ടുകൊണ്ട് പിശാചിന്റെ മന്ത്രണത്തിൽപ്പെട്ട് അവന്റെ വലയിൽ വീണ് അതിൽ ആസ്വാദനം കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ആളുകളുടെ കാര്യങ്ങൾ കുടുസമാകും എന്നുള്ളതാണ്. അള്ളാന്റെ കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് എല്ലാം എളുപ്പമാണ്. പട്ടിണി കിടന്നിട്ട് മദീനയ്ക്ക് ചുറ്റും കടന്നു വെച്ചില്ല സ്വഹാബത്ത് അല്ലേ? നമ്മളിന്ന് ഇത്രയും സൗകര്യമില്ലാത്ത കാലത്ത് നമ്മുടെ ഉലമാക്കൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരവരുടെ ആയുഷ്കാലത്ത് എഴുതിയ കിതാബുകൾ വായിക്കണമെങ്കിൽ നമുക്ക് 10-200 കൊല്ലം വേണ്ടി വരും. ഓരോരോ 40 കൊല്ലം കൊണ്ട് എഴുതിയാണത്. മനസ്സിലായി? അപ്പൊ കാര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാവും. പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ ചാരത്തുണ്ടെന്ന് ഉറപ്പിക്കണം. പാപങ്ങൾ സംഭവിച്ചാൽ കാര്യങ്ങൾ കുടുസമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4-മത്തെ കാര്യം, ഹൃദയത്തിൽ ദുൽമത്തും ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ഇരുട്ട് നിറയുമെന്ന്. ഇതൊക്കെ നമ്മുടെ ഹൃദയവുമായി കൂടെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് പറയുന്ന പോയിന്റുകളൊക്കെ. ദുൽമത്തും ഫിൽ ഖൽബ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരുട്ട് നിറയും. അത് ഒരു രാത്രിയെ പോലെ തന്നെ അയാൾക്ക് അനുഭവിക്കാൻ പറ്റും. രാത്രി ഈ ലൈറ്റൊക്കെ ഓഫാക്കി ഇവിടെ ഇരുട്ടാവൂലേ? ആ ഇരുട്ട് ശരിക്കും മനസ്സിനെ ബാധിക്കുന്ന ഇരുട്ട് അയാൾക്ക് കണ്ണിൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന പറയണത്. മനസ്സിലാണ്? അയാൾ ചെയ്യുന്ന പാപങ്ങൾ കാരണം അയാളെ ബാധിക്കുന്ന, മനസ്സിനെ ബാധിക്കുന്ന ഇരുട്ട്
അയാൾക്ക് കണ്ണിൽ ഫീൽ ചെയ്യാൻ പറ്റും. അത്രയും വലിയ ഇരുട്ട് പാപങ്ങൾ ഒരാൾക്കുണ്ടാക്കും. അള്ളാഹ്ക്ക് ആരാധനകൾ ചെയ്ത് പടച്ച റബ്ബിന്റെ പ്രീതി, അവന്റെ ഇഷ്ടം, അവന്റെ സ്വർഗം അത് ആഗ്രഹിച്ചുകൊണ്ട് റബ്ബേ നീ എന്താണോ എന്നോട് കൽപ്പിച്ചത് അതെല്ലാം ഇഷ്ടത്തോടെ ഞാൻ പ്രവർത്തിക്കും, അങ്ങനെ താല്പര്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹൃദയം പ്രകാശപൂരിതമാണ്. ഈമാനും അമലു സ്വാലിഹത്തൊക്കെ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നൂറാണ്. ആ നൂറ് കൊണ്ടാണ് നമുക്ക് ദുനിയാവിലും ഖബറിലും പരലോകത്ത് സിറാത്തിലും ഒക്കെ കടന്നു പോകാനുള്ളത്. ആ നൂറ് കൊണ്ടാണ്. നൂറുൻ അലാ നൂർ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ നൂറ് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? ഒരു ഹജ്ജ്, ഒരു ഉംറ ചെയ്ത് വരുമ്പോ നമുക്ക് കിട്ടണത് അല്ലേ, എന്തൊക്കെ ഒരു സന്തോഷം. പറയുമ്പോ 10-25,000 റുപ്യ 80,000 റുപ്യ നമ്മൾ കൊടുത്ത് 10-15 ദിവസം കുറെ റിസ്ക് എടുത്ത് കുറെ കഫക്കെട്ടും എല്ലും പനിയും ഒക്കെ ആയിട്ടാണ് തിരിച്ചു വരുന്നെങ്കിലും ഭയങ്കര സന്തോഷം ഉണ്ടാവും. അത് നൂറാണ്, ത്വാഅത്തിന്റെ നൂറാണത്. നോമ്പ് എന്ന് വെച്ചാൽ ലിസാഇമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമാണ്. ഒന്ന്, നോമ്പ് തുറക്കുമ്പോൾ. എന്താ നോമ്പ് തുറക്കുമ്പോൾ? ഒരു നോമ്പ് കംപ്ലീറ്റ് ആയല്ലോ എന്നുള്ള സന്തോഷമാണ്. പടച്ചോൻ നിർബന്ധമാക്കിയ ഒരു നോമ്പ് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയല്ലോ എന്ന ഒരു സന്തോഷമാണ് അവനുണ്ടാകുന്നത്. അപ്പൊ എല്ലാ ത്വാഅത്തും, അത് നിസ്കാരമാകട്ടെ ദിക്റാകട്ടെ, ഒന്ന് മനോഹരമായിട്ടൊന്ന് ഖുർആൻ എടുത്തിട്ട് ഇന്ന് പോയിട്ട് ഇതിപ്പോ കഴിയും കേട്ടോ, നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഉറങ്ങണതിന് മുമ്പ് മനോഹരമായിട്ട് സൂറത്ത് മുൽക്കൊന്നട് ഓതിയിട്ട് ഒന്ന് കടന്നു നോക്കിയാണ് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ത്വാഅത്തിന് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു സ്വതക്ക നമ്മൾ കൊടുത്താൽ അതിന് സന്തോഷമുണ്ട്. ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ അതിന് സന്തോഷമുണ്ട്. ത്വാഅത്ത് നൂറാണ്, എന്നാൽ മഅസിയത്ത് ദുൽമത്താണ്. അതുകൊണ്ട് ഈ ദുൽമത്ത് ഒരാളുടെ ഹൃദയത്തിൽ എത്ര വർദ്ധിക്കുന്നോ അത്രയും അയാളുടെ അവസ്ഥകൾ വളരെ പ്രയാസകരമായിട്ട് മാറും. ഇരുട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിന്റെ കാഠിന്യം കൂടും. അങ്ങനെ അവൻ ബിദ്അത്തിലും ളലാലത്തിലും നാശകരമായ കാര്യത്തിലുമൊക്കെ അവൻ അറിയാതെ തന്നെ ചെന്നുപെടും. ഓൻ എവിടത്തോളം എത്തുന്നു ഓനെന്നെ അറിയില്ല. ഞാൻ ഇവിടെ എത്തിയോന്ന് ഓനെന്നെ ആശ്ചര്യത്തോടു കൂടെ തോന്നുന്ന കോലത്തിലേക്ക് അങ്ങറ്റം വരെ എത്തും. അന്ധനെ പോലെ, മനസ്സിലെ ഹൃദയത്തിന് പാപങ്ങൾ ഇരുട്ട് നിറച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണാത്ത പോലെ അവനങ്ങനെ പോകും. കൂരിട്ടുള്ള രാത്രിയിൽ അന്ധനായ ഒരാൾ നടന്നു നീങ്ങുന്നത് പോലെ ഓനങ്ങനെ കണ്ണും പൂട്ടി അങ്ങനെ പോകും. ഞാൻ എന്താണ് ഈ ചെയ്യുന്നത്, ഞാൻ എന്താണ് ഈ കാണുന്നത്, ഞാൻ എന്താണ് ഈ പ്രവർത്തിക്കുന്നത് എന്നൊന്നും അറിയാത്ത കോലത്തില്, ഒരാളും അവനെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കാത്ത കോലത്തിലേക്ക് അവൻ എന്ത് ചെയ്യും, എത്തും. അതാണ് ഈ ഇരുട്ടിന്റെ പ്രത്യേകത. ആ ഇരുട്ട്, പാപങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ ഇരുട്ട് നിറച്ചു കഴിഞ്ഞാൽ അവൻ എത്തിപ്പെടുന്ന ഇടം ഓനെന്നെ അറിയില്ല എന്നാണ്. ഇപ്പൊ എത്ര ആൾക്കാര് നിരീശ്വരവാദികളായി പോയി. അവരൊക്കെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അതിന്റെ ഹുക്ക്, അതിലേക്കുള്ള ചൂണ്ടല് ഏതെങ്കിലും ഒരു അവിഹിത ബന്ധമോ അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗമോ അല്ലെങ്കിൽ അവനായിട്ട് ചെന്നുപെട്ട സാമ്പത്തിക ക്രമക്കേടുകളോ ഏതെങ്കിലുമൊക്കെ പബ്ബോ ക്ലബ്ബോ അങ്ങനത്തെ ബാറുകളോ, ഇതൊക്കെ കാരണത്താലാണ് അവസാനം ഗ്രാജ്വലി അവൻ പടച്ചോനെ തന്നെ നിഷേധിക്കുന്ന അവസ്ഥ. നരകത്തുനിന്ന് ആൾക്കാരെ കാണുമ്പോൾ ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ പെടുത്തിയത്? ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖാഇദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ ഹത്താ അതാനൽ യഖീൻ. ആദ്യം ഞങ്ങൾ നിസ്കാരം ഒഴിവാക്കി, പടച്ചോനുള്ള അവകാശം ഒഴിവാക്കി. പിന്നെ ഞങ്ങൾ പടപ്പാക്കുള്ളതും ഒഴിവാക്കി. അതാ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല, പടച്ചോനുള്ള. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായില്ല, പടപ്പാക്കുള്ളതാണ്. വകുന്നാ നഖൂദു മഅൽ ഖാഇദീൻ, പിന്നെ ഞങ്ങൾക്ക് എന്തായിരുന്നു പണി? ഞങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നവരോടൊപ്പം അലഞ്ഞു നടക്കുകയായിരുന്നു. അങ്ങനെ നടന്നപ്പോ അവസാനം ഞങ്ങൾ എവിടെ എത്തി? വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഞങ്ങൾ പടച്ചോനെയും പരലോകത്തെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. കണ്ടാ? അപ്പോൾ പാപിയുടെ ഹൃദയത്തിന് ദുൽമത്ത് ബാധിച്ചാൽ അവന് അങ്ങറ്റം വരെ എത്തും. ഇസ്ലാമൊക്കെ ഒഴിവാക്കി പോകണ്ടല്ലോ നിങ്ങൾ. അതുകൊണ്ടാണ് ഒരാണ് ഒരു പെണ്ണ് സ്വാഭാവികമായിട്ടും അവർ ഇഷ്ടപ്പെടുന്നു, അവിടെ അയാളുടെ മൊറാലിറ്റി അയാളെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. പക്ഷെ ആ കൺട്രോൾ ഉണ്ടായില്ല. പിന്നെ അവൻ മറ്റൊരു മതക്കാരനാണ് എന്നിരിക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്, ആ ശ്രദ്ധയും ഉണ്ടായില്ല.
അവിടെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകുന്നു. അത് പിന്നീട് കൂടുതൽ 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 അതിര് കവിഞ്ഞ് പലതിലും എത്തുന്നു. പിന്നെ കല്യാണം കഴിക്കല്ലാതെ വേറെ നിർവാഹമില്ല എന്ന നിർബന്ധ സാഹചര്യത്തിലേക്ക് എത്തുന്നു. അവർ രണ്ടുപേരും ഒളിച്ചോടി സ്വന്തം ആദർശവും ഈമാനും ഉപേക്ഷിച്ചു പോകുന്നു. അത് പാപങ്ങൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കിയ ദുൽമത്ത് കാരണത്താലാണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നലിൽ ഹസനത ളിയാഅൻ ഫിൽ വജ്ഹി വനൂറൻ ഫി സദ്രി വസഅതൻ ഫി റിസ്ഖി വഖുവ്വതൻ ഫിൽ ബദനി വമഹബ്ബതൻ ഫി ഖുലൂബിൽ ഖൽഖി. നന്മകൾ ഒരാൾക്ക് മുഖപ്രസന്നതയുണ്ടാക്കും, അയാളുടെ ഹൃദയത്തിൽ പ്രകാശം നിറക്കും, അയാൾക്ക് റിസ്ഖിൽ വിശാലത ലഭിക്കും. എന്ത് തുടങ്ങിയാലും പൊളിയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്ത് തുടങ്ങിയാലും പൊളിയാണ്. ആദ്യം നമ്മൾ പൊളിയാണോ നോക്കണം, എന്നിട്ട് പിന്നെ പൊളി അല്ലെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായില്ല? അതൊരു പ്രതീക്ഷയാണ്. പക്ഷേ നമുക്ക് കുഴപ്പമുണ്ടെങ്കിൽ ഇതെല്ലാം തകരാനുള്ള റീസൺ അതും കൂടെയാണ്. വഖുവ്വതൻ ഫിൽ ബദനി, നന്മ ഒരു മനുഷ്യന് ശരീരത്തിനും ഖുവ്വത്ത് നൽകും, മനസ്സിനും ഖുവ്വത്ത് നൽകും, മുഖത്തിനും പ്രകാശം നൽകും, ഉപജീവനത്തിനും വിശാലത നൽകും. വമഹബ്ബതൻ ഫി ഖുലൂബിൽ ഖൽഖി, സൃഷ്ടികളുടെ ഹൃദയത്തിനകത്ത് നമുക്കുള്ള ഇഷ്ടവും അള്ളാഹു നിറക്കും. അതൊക്കെ നന്മയുടെ പ്രതിഫലനമാണ്. എന്നാൽ തിന്മ സവാദം ഫിൽ വജ്ഹി, മുഖത്തെ കറുപ്പിക്കും. ആ കറുപ്പ് ശരിക്കും കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട് പണ്ഡിതന്മാർ. ഹെസ്സിയായിട്ട് തന്നെ കാണാൻ പറ്റും. വെറും മാനവിയായിട്ട് ഇന്നർ കറുക്കുമ്പോൾ ആ കറുപ്പ് പുറത്ത് കാണാതിരിക്കൂല, അത് പുറത്തും റിഫ്ലക്റ്റ് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടാകും എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അയാളുടെ മുഖത്തിന് കറുപ്പുണ്ടാക്കും, ഹൃദയത്തിന് കറുപ്പുണ്ടാക്കും, ശരീരത്തിന് രോഗാതുരമാക്കും, അയാളുടെ റിസ്ഖിൽ കുറവുണ്ടാക്കും, ആളുകൾക്ക് അയാളോടുള്ള വെറുപ്പും ഉണ്ടാക്കും. അപ്പൊ മഅസിയത്ത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് വൽമത്താണ്. ഹൃദയം കറുത്തു പോവുക എന്നുള്ളതാണ്. ആ കറുപ്പ് ഒരാളെ അങ്ങറ്റം വരെ എത്തിക്കും. ആള് നിസ്കരിക്കണൊക്കെ ഉണ്ടാവും, പക്ഷെ രാത്രി കുറെ പടച്ചറബിന് ഇഷ്ടമില്ലാത്ത കുറെ കാഴ്ചകൾ, കുറെ വിനോദങ്ങൾ, കുറെ രസങ്ങൾ, അയാൾക്ക് അയാളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എവിടെയെല്ലാമോ എത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ.